പലപ്പോഴും പെൺകുട്ടികളുടെ അമ്മമാർ വന്ന് പറയും, ഭയങ്കര ക്ഷീണമാണ് ഡോക്ടറെ, ഒന്നും കഴിക്കുന്നില്ല, എന്താണെന്നറിയില്ല, ക്ഷീണിച്ച് വരികയാണ്. നമ്മൾ HB കുറവാണോ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ അവസാനമാണ് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുക, വജീനയിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ട്, വെള്ളപ്പൊക്കമുണ്ട്, ലുക്കോറിയ. അതെ, ലുക്കോറിയ എന്നത് സാധാരണയായിട്ട് നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സ്ത്രീകളുടെ ശരീരത്തിൽ മെൻസസിനോടനുബന്ധിച്ച് മെൻസസിന് മുന്നെയോ അല്ലെങ്കിൽ മെൻസസിന് ശേഷമോ ആയി ക്ലിയർ വാട്ടറി ആയിട്ട് ക്ലിയറായി ഒരു സ്മെല്ലും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചിലപ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ദ്രാവകം വജൈനയിൽ നിന്ന് പുറത്തേക്ക് വരാറുണ്ട്. ഇത് സാധാരണയാണ്, ഇത് നോർമലാണ്. എന്നാൽ ഇന്ന് പല പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നിരന്തരമായി ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചൊറിച്ചൽ, അതിൻ്റെ ബുദ്ധിമുട്ട്, ചില സ്മെല്ല്, നിറവ്യത്യാസം, ഇങ്ങനെ പലതും കാണുമ്പോൾ അത് സാധാരണയാണെന്നും അത് സ്വാഭാവികമാണെന്നും വിചാരിക്കുകയാണ്. പക്ഷേ അതങ്ങനെയല്ല. അതൊരു ഇൻഫെക്ഷനെയാണ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. വജൈനൽ ഇൻഫെക്ഷൻ നമുക്കുണ്ടെന്നുള്ളതും അത് ബാക്ടീരിയൽ ആണോ ഫംഗലാണോ അല്ല മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലതരം ഇൻഫെക്ഷൻസ്, ഈ പറഞ്ഞ ബാക്ടീരിയ, ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏതുതരം ഇൻഫെക്ഷനാണ് എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയല്ല എങ്കിൽ ഹോർമോണൽ ഇൻബാലൻസ് കൊണ്ടും ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ തമ്മിലുള്ള വ്യത്യാസം കൊണ്ടും നമുക്ക് ഈ ഡിസ്ചാർജ് കാണാറുണ്ട്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കൊണ്ടും നമുക്ക് ലുക്കോറിയ ഉണ്ടാകാറുണ്ട്. അതല്ലാതെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ലുക്കോറിയ കാണാറുണ്ട്. നമുക്ക് ഇതിൽ ഏതാണ് നമ്മുടെ ലുക്കോറിയ അല്ലെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് എക്സാമിനേഷനിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരിയായ വജൈനൽ എക്സാമിനേഷൻ നടത്തണം. അതിലൂടെ ഏകദേശം ഒരു ധാരണ ലഭിക്കും. കൂടാതെ വെറ്റ് മൗണ്ട് ടെസ്റ്റ്, വിഫ് ടെസ്റ്റ്, വജൈനൽ pH എന്നീ ടെസ്റ്റുകളും നമുക്ക് നടത്താം. ഇങ്ങനെ നടത്തി കാരണം കണ്ടെത്തി കൃത്യമായി ചികിത്സിച്ചാൽ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ലുക്കോറിയ.